ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പലണ്ടി വറുത്തതാണ്. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നും ലൂസായിട്ടും പാക്കറ്റായിട്ടൊക്കെയാണല്ലോ കപ്പലണ്ടി വാങ്ങുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് കപ്പലണ്ടി എങ്ങനെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനൊരു 1/2 കിലോ കപ്പലണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ചീനച്ചട്ടിയിൽ വെള്ളമൊക്കെ വറ്റി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരുപാട് ഓവറാവണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില എന്തോരായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. നമുക്ക് അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും വന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കപ്പലണ്ടി വറുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുത്ത് മൊരിയിച്ചു. അതിനുശേഷം കപ്പലണ്ടി അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് പയ്യെ ഇളക്കി കൊടുത്തു. എന്നുവെച്ചാൽ ആദ്യം ലോ ഫ്ലെയിമിലിട്ടാണ് ഇളക്കിയത്, പിന്നെ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി തുടങ്ങി. എന്ന് വെച്ചാൽ കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ നമ്മൾ കൈവിടാണ്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതേ ഞാൻ പയ്യെ ഇളക്കി അപ്പോൾ എണ്ണ അതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എണ്ണ ഇപ്പോൾ കുറച്ചൊഴിച്ചപ്പോൾ തന്നെ ധാരാളം എണ്ണയുണ്ട്. അതിലേക്കൊരു 3-4 ചുള വെളുത്തുള്ളി നമുക്ക് ഗ്യാസിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാകാതിരിക്കാനാണ്. അപ്പോൾ വലിയൊരു അല്ലിയാണ്, അത് കാരണം 3-4 അല്ലിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിട്ട് കൊടുത്തു. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ആദ്യം അതിന് വീണ്ടും ഇളക്കി കൊടുത്തു. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നല്ലൊരു കളർ ചേഞ്ച് തന്നെ ഉണ്ടോ. ആ കളർ ചേഞ്ച് ആകണ പാകമാകുമ്പോൾ തന്നെ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ ഇനി അധികം നേരം ഇളക്കാൻ പാടില്ല, എന്ന് വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ അതേ ഞാൻ ഈ ഒരു പാകമായപ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇളക്കി കൊടുത്തു. അതിന് ശേഷം ഒരു സ്പൂൺ ഫുള്ളെടുത്തില്ല മുളക് പൊടി ഇട്ട് കൊടുത്തു. വെച്ചാൽ കുട്ടികൾക്കും കൂടി കൊടുക്കുന്ന കാരണം അധികം എരിവില്ലാത്ത രീതിയിൽ എന്നാൽ ചെറിയൊരു ഫ്ലേവർ കിട്ടത്തക്ക പാകത്തിനും മുളക് പൊടി ഇട്ടിട്ട് വീണ്ടും ഇളക്കി കൊടുത്തു. എന്ന് വെച്ചാൽ മുളക് പൊടി ആദ്യം തീ ഇങ്ങനെ ഗ്യാസ് ഓണായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് കരിഞ്ഞു പോകും. അത് കാരണം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കൈവിടാണ്ട് ഇളക്കിയിട്ടാണ് മുളക് പൊടി ഇട്ട് കൂടി നന്നായിട്ട് വീണ്ടും ഇളക്കി ആ ഒരു നല്ലൊരു ടേസ്റ്റും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരെണ്ണമൊക്കെ എടുത്ത് ടേസ്റ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു നമുക്ക് കപ്പലൻ്റെ ടേസ്റ്റ് കിട്ടണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കപ്പലണ്ടി വറുത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.